എന്നാലും എന്റെ പൊന്ന് CSK നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വെറുപ്പിക്കാൻ പറ്റുമോ? എന്ത് മോശം പെർഫോമൻസ് ആ കാഴ്ചവെക്കുന്നതെന്ന്. ഈ സീസൺ പകുതി പോലും ആയിട്ടില്ല. നിങ്ങളുടെ കളി കണ്ടു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് IPL കാണാനേ തോന്നാത്ത ഒരു അവസ്ഥ. ഇനി ഏകദേശം 8 കളിയോളം ഇവരുടെ ബാലൻസ് ഉണ്ട്. ഇവരുടെ കളി എങ്ങനെ ഇരുന്ന് കാണാൻ കഴിയുമെന്ന ഒരു പിടിയും കിട്ടാത്ത. ധോണിയെയോ ഋതുരാജ് ഗൈക്വാഡിനെയോ അല്ല ശിവൻ ഡുബെയോ വിജയ് ശങ്കറിനെ ഒന്നും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇവരുടെ വേസ്റ്റ് ഒരു മാനേജ്മെന്റ് ഉണ്ട്. ഇത്രയും വേസ്റ്റ് മാനേജ്മെന്റ് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയത്തെന്ന് പറയുന്നത്. ഇവർക്ക് ഒറ്റ ഒരു അജണ്ടയുള്ളായിരുന്നു, എങ്ങനെങ്കിലും MS ധോണി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, നമ്മൾ 6ാമത്തെ കിരീടം നേടി. ആരൊക്കെ ഉണ്ടോ ആരൊക്കെ ഇല്ലയോ ഒന്നും ഒരു പ്രശ്നമില്ല. MS ധോണി ഇവിടെ ഉണ്ടോ, നമ്മൾക്കിപ്പോൾ 6ാമത്തെ കിരീടം നേടാൻ പോകുന്നു, നമുക്ക് പ്ലെയർ ഒന്നും വേണ്ട. പിന്നെ ഫ്ലംബിങ്ങിന് ഒരു അവസരം കിട്ടി. ഫ്ലംബിങ് എന്തോ 2 ന്യൂസിലാൻഡുകാരെ എടുത്താൽ കിട്ടി, ഒരു രച്ചിൻ രവീന്ദ്രയും കോൺവേ. കുറച്ച് പൈസ ന്യൂസിലാൻഡിലോട്ടും കൊണ്ടുപോകണമല്ലോ. ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് ഇരിക്കുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ന്യൂസിലാൻഡിനും വേണം. 2 എണ്ണത്തിനും വന്നിട്ട് ഇന്ന് ബാറ്റ് പിടിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. രച്ചിൻ രവീന്ദ്രയുടെയും കോൺവേയുടെയും ഒക്കെ ബാറ്റിംഗ് കണ്ടിട്ട് എന്റെ അമ്മ ഇതെന്തോന്ന് ബാറ്റിംഗ് ആണ് ഇത്. കുറെ ടെസ്റ്റും വൺഡേയും കളിക്കുന്ന കുറെ പ്ലെയറും ഇന്ത്യയിൽ കുറെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോലും വേണ്ടാത്ത കുറെ പ്ലേയേഴ്സുമാരെ എടുത്ത് ടീമിൽ ഇട്ടേക്കും. കൊള്ളാം. എന്തായാലും ഇവരുടെ മാനേജ്മെന്റ് ചീഞ്ഞ മുട്ട എടുത്ത് ഇവന്മാരെ തലയ്ക്കെറിയും. അങ്ങനെ കുറെ മുട്ടത്തലയന്മാരാണല്ലോ ഇവരുടെ മാനേജ്മെന്റിൽ. ഇത് ക്രിക്കറ്റ് ആണ്, ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, അല്ലാതെ നിങ്ങൾക്ക് ഈ സെന്റിമെന്റ്സ് കാണിക്കാനുള്ള പ്ലേസ് അല്ല ഇത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ട് മത്സരം നടത്തുക. ഇത് എത്രയോ പേര് കാണുന്ന ആ ഗ്രൗണ്ടിൽ വന്ന് നിന്ന് ക്രിക്കറ്റ് കണ്ടവരുടെ അവസ്ഥ എന്തായിരിക്കും, TV-യിലൂടെ ക്രിക്കറ്റ് കണ്ടവരുടെ അവസ്ഥ എന്തായിരിക്കും. പൈസ വേസ്റ്റ്, ടൈം വേസ്റ്റ്, എല്ലാം വേസ്റ്റ്. ഇത്രയും ഒരു മഴവാഴകളായ ഒരു ടീം മാനേജ്മെന്റും അതിനനുസരിച്ചുള്ള ഒരു ടീം മെമ്പേഴ്സും ഇത്രയും ഒരു മോശം പെർഫോമൻസ് കാണാൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല. എന്തായാലും 2 റെക്കോർഡ് എന്തായാലും ചെന്നൈ ഇന്ന് നേടി. മത്സരം തോറ്റാൽ എന്താ, 2 റെക്കോർഡ്. ഏറ്റവും ലോവസ്റ്റ് സ്കോർ നേടി എന്തായാലും ഇന്ന് ചെന്നൈ 103 റൺസ് എന്ന ഏറ്റവും ലോവസ്റ്റ് സ്കോർ നേടി. രണ്ടാമത് അടുപ്പിച്ച് 3 കളി ചെന്നൈയിൽ പരാജയപ്പെടും. എന്തായാലും 2 റെക്കോർഡ് എന്തായാലും MS ധോണി പെർമനന്റ് ക്യാപ്റ്റനായിട്ട് വന്നു. എന്തായാലും 2 റെക്കോർഡ് അങ്ങ് നേടി. ഇപ്പൊ എല്ലാവരും ഭയങ്കര പറച്ചിലായിരുന്നു, ധോണി വരും, ഇപ്പൊ ചെന്നൈ അങ്ങ് മാറും, ഇനി അങ്ങോട്ട് വിജയമായിരിക്കും. ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും ഈ ടീമിന് എങ്ങനെ വിജയിക്കാൻ കഴിയും? നോക്കുകയാണെങ്കിൽ 1 മുതൽ 6 വരെയുള്ള പവർ പ്ലേയിൽ 31 റൺസും 2 വിക്കറ്റ്. 7 മുതൽ 10 വരെയുള്ള പവർ പ്ലേയിൽ 30 റൺസും 1 വിക്കറ്റ്. 11 മുതൽ 15 വരെയുള്ള പവർ പ്ലേയിൽ 13 റൺസും 4 വിക്കറ്റ്. 16 മുതൽ 20 വരെയുള്ള ഓവറിൽ 29 റൺസും 2 വിക്കറ്റ്. അത് ലാസ്റ്റ് ഓവറിൽ 13 റൺസ്. ഇത്രയും മോശം ടീം, ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോലും വേണ്ടാത്ത പ്ലേയേഴ്സ്. ഓൾ ദ റെസ്പെക്ട്. ഇവരൊക്കെ ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടി ആയിരിക്കും വരുന്നത്, ഓക്കെ, എല്ലാം സമ്മതിക്കുന്നത്. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചോളം ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ കളി കാണാൻ വരുന്ന ഇവരുടെ ഈ ടുക്ക് ഒന്നും കാണാൻ വേണ്ടിയല്ല. ടെസ്റ്റും ഇതിൽ നല്ലതായിട്ട് കളിക്കുമല്ലോടൂ. ഇത് ടെസ്റ്റിന് മോശമായ ഒരു സ്ഥിതിയാണ്. ഈ CSK മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ടത് ഈ 150 റൺസും 160 റൺസും ഒക്കെ 2021, 2019, 22, 23 വരെയൊക്കെ 150, 160 റൺസിൽ